നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ഇൻറ്റിജേഴ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. അതിൽ കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ടാണ് ആദ്യം ചെയ്യുന്നത്. ആദ്യമായി കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ് വെദർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ഓർ ഇൻകറക്റ്റ്. കറക്റ്റ് ദോസ് വിച്ച് ആർ റോങ്. ഇപ്പോൾ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു 7 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് പറയാം. അതിൽ റോങ് ആയത് എന്തുകൊണ്ടാണ് അത് എന്നിട്ട് കറക്റ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ, when two positive integers are added we get a positive integer. രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് പോസിറ്റീവ് ഇൻറ്റിജർ കിട്ടുന്നതാണ്. അപ്പം അത് ശരിയാണോ തെറ്റാന്നോ എക്സാമ്പിൾ വെച്ച് നോക്കുക. ഇവിടെ ഇതിൻ്റെ ആൻസർ താഴെ പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൻ്റെത് കറക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ അതിൻ്റെ എന്തുകൊണ്ടാണെന്ന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 56 + 73 രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. ഫോർ എക്സാമ്പിളും 113 + 82 = 195. ഇപ്പം രണ്ട് പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്താൽ ഉത്തരം പോസിറ്റീവ് തന്നെ കിട്ടുന്നതാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. അത് കറക്റ്റ്. ഇനി രണ്ടാമത്തത്, when two negative integers are added we get a positive integer. രണ്ട് നെഗറ്റീവ് ഇൻറ്റിജർ ആഡ് ചെയ്താൽ പോസിറ്റീവ് ഇൻറ്റിജർ കിട്ടുന്നതാണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കുക, രണ്ട് നെഗറ്റീവ് ഇൻറ്റിജർ ഇവിടെ -6ഉം -7 രണ്ട് നെഗറ്റീവാണ്. രണ്ടും ആഡ് ചെയ്താൽ രണ്ടും സെയിം സൈൻ ആണ്. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് രണ്ടും ആഡ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കാം. അപ്പൊ -13 ആണ് ആൻസർ വരിക. അപ്പൊ ഇത് പോസിറ്റീവ് നമ്പർ അല്ല, ഉത്തരം നെഗറ്റീവ് ആണ് കിട്ടിയത്. അപ്പൊ ഇവിടെ ഇൻകറക്റ്റ് ആണ്. കാരണം അവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, രണ്ട് നെഗറ്റീവ് ഇൻറ്റിജർ ആഡ് ചെയ്താൽ പോസിറ്റീവ് കിട്ടുന്നതാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ്, ഇൻകറക്റ്റ് ആണ്. ഇനി അത് ശരിയാക്കണം. The correct statement is when two negative integers are added we get a negative integer. രണ്ട് നെഗറ്റീവ് ഇൻറ്റിജർ ആഡ് ചെയ്ത് എന്താണ് കിട്ടുക, നെഗറ്റീവ് ഇൻറ്റിജർ തന്നെയാണ് കിട്ടുക. ഇനി ഇവിടെ അതിന് കൂടുതൽ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. -56 + -73 = -129. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ ഉദാഹരണങ്ങൾ നോട്ടിൽ എഴുതാം. ഈ ഒന്നാമത്തെ എക്സാമ്പിളിന് 5 ഉദാഹരണങ്ങൾ, രണ്ടാമത്തേനും 5 ഉദാഹരണങ്ങൾ നോട്ട് ചെയ്യാം. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യാം. When a positive integer and a negative integer are added we always get a negative integer. ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ഒരു നെഗറ്റീവ് ഇൻറ്റിജറും ആഡ് ചെയ്താൽ നെഗറ്റീവ് ഇൻറ്റിജർ ഉത്തരം കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പം ആൻസർ ചെക്ക് ചെയ്യാം. ഇതാ, ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ്. -9 + 16 = 7. ഇത് നെഗറ്റീവ് ആണോ? അല്ല, പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്തായി, ഇൻകറക്റ്റ് ആയി. അവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവും ആഡ് ചെയ്താൽ ഉത്തരം നെഗറ്റീവ് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയത് 7 ആണ്. 7 പോസിറ്റീവ് ആണ്. കാരണം എന്താണ്, ഇവിടെ രണ്ട് ഡിഫറൻറ്റ് ചിഹ്നങ്ങളാവുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടും. അപ്പൊ ഇവിടെ 16 ആണ് വലുത്. 16ൽ നിന്ന് 9 കുറച്ചാൽ 7 കിട്ടും. 16 പോസിറ്റീവ് ആയതുകൊണ്ട് ഉത്തരം പോസിറ്റീവ്. ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ്, ഇനി ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാക്കി എഴുതണം. when one positive and one negative integers are added, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും ഇൻറ്റിജർ ആഡ് ചെയ്താൽ we take their difference and place the sign of the bigger integer. അതിന്റെ രണ്ടിന്റെയും വ്യത്യാസം കണ്ടിട്ട്, ഇവിടെ 16ഉം 9ഉം അതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ആണ് 7. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ആൻഡ് പ്ലേസ് ദ സൈൻ ഓഫ് ദി ബിഗർ ഇൻറ്റിജർ, അതിലേറ്റവും വലിയ ഇൻറ്റിജറിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. ഇവിടെ 16 പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഉത്തരം പോസിറ്റീവ്.
ഇനി ഇവിടെ നേരെ തിരിച്ചിട്ട് 9 പോസിറ്റീവും 16 നെഗറ്റീവും ആണെങ്കിൽ ഉത്തരം -7 ആയിരിക്കും. നെഗറ്റീവ് ആയിരിക്കും ഉത്തരത്തിന്റെ ചിഹ്നം. The bigger integer is decided by ignoring the sign of the both integers. അപ്പം വലിയ ഇൻഡിജർ ആണ് അതിന് ഉത്തരത്തിന്റെ ചിഹ്നം തീരുമാനിക്കുന്നത്. ഇനി ഫോർത്ത് വൺ. ഫോർത്തിൽ പറയുന്നത് അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് ആൻ ഇൻഡിജർ 8 is -8. Additive inverse. 8ന്റെ additive inverse ആണ് -8 and additive inverse of -8 is 8. 8ന്റെ additive inverse ആണ് -8, അതുപോലെ തന്നെ -8ന്റെ additive inverse ആണ് 8. ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നാലാമത്തെ നോക്കാം. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടിയാൽ ഉത്തരം 0 കിട്ടുന്നുണ്ടെങ്കിൽ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം -8ഉം 8ഉം കൂട്ടിയാൽ 0 കിട്ടും, 8ഉം -8 കൂട്ടിയാലും 0 കിട്ടും. Therefore the statement is correct. ഇനി ഇതിന് കുറച്ച് എക്സാമ്പിൾ എടുത്ത് തന്നിട്ടുണ്ട്. ഒരു ഇൻഡിജറും അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സും. 10 ആണെങ്കിൽ -10 ആയിരിക്കും, -10 ആണെങ്കിൽ 10 ആയിരിക്കും. അഥവാ ഇൻഡിജർ പോസിറ്റീവ് ആണെങ്കിൽ അഡിറ്റീവ് ഇൻവേഴ്സ് മൈനസും, ഇൻഡിജർ മൈനസ് ആണെങ്കിൽ അഡിറ്റീവ് ഇൻവേഴ്സ് പോസിറ്റീവും ആയിരിക്കും. അതിന്റെ ഒരു ജനറൽ ഫോം എഴുതിയാൽ ദാറ്റ്സ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എനി ഇൻഡിജർ എ ഈസ് -a ആൻഡ് അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് -a ഈസ് a. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, അഥവാ a ആണെങ്കിൽ -a. ഇനി -a ആണെങ്കിൽ അഡിറ്റീവ് ഇൻവേഴ്സ് a എന്നുള്ളത് ഏത് സംഖ്യയും വരാം. ഇനി അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. For subtraction, we add the additive inverse of the integer that is being subtracted to the other integer. ഇപ്പോൾ കുറക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? We add the additive inverse of the integer that is being subtracted. അതിന്റെ additive inverse ആഡ് ചെയ്യും. അഞ്ചാമത്തെ നോക്കുക. Subtraction is opposition of addition. അപ്പോൾ അഡിഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? സബ്ട്രാക്ഷൻ. വി ആഡ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദി ഇൻഡിജർ ദാറ്റ് ഈസ് ബീങ് സബ്ട്രാക്റ്റഡ്. ഇപ്പോൾ കുറക്കേണ്ടതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് ആണ്, കാരണം ഇവിടെ എക്സാമ്പിൾ നോക്കാം. 56 - 73, 56 കുറക്കണം 73. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ 56 പ്ലസ് അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 73. അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 73 പറഞ്ഞാൽ -73. ഉത്തരം എത്ര കിട്ടും? 56 പ്ലസ് -73. രണ്ടും ആഡ് ചെയ്താൽ -17 ആണ് കിട്ടുക. 56 - 73 ചെയ്താലും -17 ആണ് കിട്ടുക. Therefore സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതിന്റെ ജനറൽ ഫോം ഇവിടെ എഴുതിയിട്ടുണ്ട്. a മൈനസ് ബി ഈക്വൽ ടു a പ്ലസ് അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് b. അഥവാ നെഗറ്റീവ് ഒരു സംഖ്യ കുറക്കുകയാണെങ്കിൽ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് കൂട്ടിയാൽ മതി. അതിന് കുറെ ഉദാഹരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇനി ആറാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. -10 + 3 ഈക്വൽ ടു 10 - 3. ഇത് ശരിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. -10 + 3 അതെന്തായിരിക്കും ഉത്തരം വരിക? -7 ആണ് വരിക. 10 - 3 7ഉം. അപ്പൊ രണ്ടും ഡിഫറെന്റ് ആൻസർ ആണ്. Therefore incorrect.
എന്താ ഇൻകറക്റ്റ് ആണ്. -10 + 3 = -7. 10 - 3 = 7. അപ്പോൾ രണ്ടും നോട്ട് ഈക്വൽ ആണ്. അപ്പോൾ ഈക്വൽ ആണോ അല്ലയോ എന്നാണ് ചോദ്യത്തിലുള്ളത്. അത് ഈക്വൽ അല്ല, therefore ഇൻകറക്റ്റ്. ഇനി നെക്സ്റ്റ് വൺ, 8 + -7 -4 = 8 + 7 - 4. ഇത് ശരിയാണോ അല്ലയോ എന്നാണ് ചോദിച്ചത്. രണ്ടും ഈക്വൽ ആണോ നോക്കുക. 8 + -7 -4. ഈ -4 എന്തായി മാറും? പ്ലസ് ആയി മാറും. ഒരു നെഗറ്റീവ് സംഖ്യ കുറക്കുമ്പോൾ അതെന്തായിരിക്കും? പ്ലസ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ +4. ഇനി ഇത് ആഡ് ചെയ്താൽ 8 - 7. 8 - 7 എന്ന് പറഞ്ഞാൽ രണ്ടും ഡിഫറൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? വലുതെന്ന് ചെറുത് കുറക്കും. അപ്പോൾ 1 + 4 = 5 കിട്ടും. ഇനി രണ്ടാമത്തത് അവിടെ തന്നത് 8 + 7 15. 15 - 4 11. അപ്പോൾ ഒന്ന് 5 ആണ്, ഒന്ന് 11 ആണ്. അതുകൊണ്ട് രണ്ടും ഈക്വൽ അല്ല. therefore സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ്. ഓക്കെ, 7 സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കി. ഇനി താഴെയുള്ളത് ഒരു ട്രൈ ദിസ് ആണ്. We have done various patterns with the numbers in our previous class. നമ്മൾ ഒരുപാട് പാറ്റേൺസ്, നമ്പർ പാറ്റേൺസ് പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ can you find a pattern for each of the following? If yes, complete them. അപ്പോൾ താഴെ 4 പാറ്റേൺസ്, ഇതിന് ശേഷം വരുന്ന 3 സംഖ്യകൾ വീതം എഴുതാം. 7, 3, -1, -5. അതിൻ്റെ റിലേഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ 7ന്ന് 4 കുറച്ചതാണ് 3. 3ന്ന് അടുത്ത 4 കുറച്ചാൽ -1 കിട്ടും. പിന്നെ -5. അത് 4 കുറച്ച് പോകുന്നതാണ് ഒന്നാമത്തെ പാറ്റേൺ. ബാക്കി 3 പാറ്റേൺസും അതിൻ്റെ റിലേഷൻ എന്താണ്, ബന്ധം എന്താണെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. എന്നിട്ട് നോട്ടിൽ എഴുതാം. ട്രൈ ദിസ്, ഈ ചോദ്യം എഴുതുക. എന്നിട്ട് അത് ഫില്ല് ചെയ്തിട്ട് കാണിക്കുക. ഓക്കെ.